വിശ്വാമിത്രന്റെ തപസ്സിനെ മേനക ഭംഗം ചെയ്ത പോലെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അവന്റെ മനസ്സ് മാറ്റി ഐ ലവ് യു എന്ന് പറയിപ്പിച്ചത് നീ കണ്ടില്ലേ? ഇത് ജസ്റ്റ് ടീസർ മാത്രമാണ്. ട്രെയിലറും സിനിമയും ഇതിന്റെ പിറകിലങ്ങ് വരും. നാളുണ്ടോ നിനക്ക്? നീയൊക്കെ ഒരു മനുഷ്യനാണോ? ഇത്രയ്ക്കാരെങ്കിലും തരം താഴുവോ? കൂൾ ബേബി കൂൾ. എന്തിനാ മോളിത്ര ഇമോഷണൽ ആവുന്നേ? ഇതിലിപ്പോ നാണം കെട്ട കാര്യവും തരം താണ കാര്യവും എന്താ ഉള്ളത്? എന്നെ കെട്ടാൻ പോകുന്ന ആളിനെ കൊണ്ട് ഐ ലവ് യു പറയിപ്പിച്ചു, അത്രയല്ലേ ഉള്ളൂ. പറയുന്നത് ഭാവി ഭർത്താവാണെങ്കിൽ തെറ്റൊന്നുമില്ല. പക്ഷെ മറ്റൊരാളുടെ ആ നിർത്തിയതെന്താ? എന്തോ പറയാൻ വന്നിട്ട് നിർത്തിക്കളഞ്ഞതെന്താ? ഒന്ന് പറയും മാഡം. ഞാൻ പറയില്ല. ചില ചോദ്യങ്ങൾക്കും ചില ദുഷ്ടന്മാർക്കും ഉത്തരം കാലമായിട്ട് തരും. ഒന്നിനും കഴിവില്ലാത്ത ആളുകള് തങ്ങളുടെ കഴിവില്ലായ്മയെ കാലത്തിന്റെ തലയിൽ വെച്ച് പഴിച്ചുകൊണ്ടേയിരിക്കും. വാസ്തവങ്ങൾ പുറത്തറിഞ്ഞ ശേഷം ഭീരുത്വം കാണിക്കുന്നത് ആരാണെന്ന് എല്ലാവരും മനസ്സിലാക്കും. എന്ത് വാസ്തവങ്ങള്? പറയില്ലേ? ശരി, നിന്റെ ഇഷ്ടം. എനിക്ക് പറയാനുള്ളത് ഞാൻ എന്തായാലും പറയാം. നീ ശ്രദ്ധിച്ച് കേട്ടോ. ഐ ലവ് യു പറയിപ്പിച്ചതുപോലെ നിന്നെ കല്യാണം കഴിച്ചോളാം നിഹാരിക. നമ്മുടെ കല്യാണം ഒരു ദുഷ്ടശക്തിക്കും തടയാൻ കഴിയില്ലെന്ന് ശ്രീകരേട്ടൻ പറയുന്നത് വരെ ഇത്തരം വീഡിയോസ് നിനക്ക് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ അല്ലേ? ഗെറ്റ് റെഡി ഫോർ അനദർ വീഡിയോ. അകത്തേക്ക് വന്നോട്ടെ സർ. അവനി, താനെന്തിനാ പെർമിഷൻ ചോദിക്കുന്നേ? കേറി വാ. താനെന്താ ഇത്ര രാവിലെ തന്നെ? മഹത്തായ തീരുമാനങ്ങള് എടുത്തത് നന്നായി എന്ന് പറഞ്ഞ് നിങ്ങളെ ഒന്ന് അഭിനന്ദിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാ. ഞാനെന്താ ചെയ്തത്? നാണമില്ലേ നിങ്ങൾക്ക്? എന്തു പറ്റി? ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? എന്താ പറ്റിയെന്ന് പറ. മനസ്സാക്ഷി എന്നൊന്നില്ല നിങ്ങൾക്ക്. കാര്യം പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടൂടെ? ഞാൻ പറയണോ? നിങ്ങൾക്കറിയില്ലേ ആ ദുഷിച്ച കാര്യം ഞാൻ എന്റെ നാവ് കൊണ്ട് പറയണോ? താൻ കാര്യം എന്താന്ന് പറയാതെ ഞാൻ എങ്ങനെയാണോ അറിയാ? ഞാൻ നിന്റെ ഓർമ്മകളുമായിട്ട് ജീവിക്കും, എന്റെ ഓർമ്മകളിൽ നീയും ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ എഴുതി എന്റെ മുന്നിലിട്ട് തന്നിട്ട് ആ വീട്ടിൽ പോയി നിങ്ങൾ കാണിക്കുന്നത് എന്താ? അത് ആ അവസ്ഥയിലടോ. ഇതാ എന്റെ ഭയം മുഴുവൻ. എന്തെങ്കിലും നടന്ന അവസ്ഥ അതായിരുന്നു എന്ന് എന്നോട് പറയും. നാളെ നിങ്ങളുടെ കല്യാണം നടന്നാലും ഇത് തന്നെ പറയില്ലെന്ന് എന്നാ എനിക്ക് ഉറപ്പുള്ളേ. ആ സമയത്ത് സത്യം എല്ലാവരോടും വിളിച്ചു പറയുന്നല്ലാതെ താലി ഞാൻ ഒരിക്കലും കേട്ടില്ല. എനിക്കിതൊട്ടും വിശ്വസിക്കാൻ തോന്നുന്നില്ല. അവനെ അങ്ങനെയൊന്നും പറയില്ലടോ, പ്ലീസ്. ആ നിഹാരിക എനിക്ക് ഈ വീഡിയോ അയച്ചു തന്ന് ഫോൺ ചെയ്ത് എന്നോട് എന്തൊക്കെയാ അവള് പറഞ്ഞെന്ന് നിങ്ങൾക്കറിയോ? ചത്തുപോവാൻ എനിക്ക് തോന്നിയത്. നിങ്ങൾ അവൾക്ക് മുമ്പിൽ ഇത്രയ്ക്ക് സറണ്ടർ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ വേറെ വഴിയില്ലായിരുന്നു. എന്തെങ്കിലും ഒന്ന് ചെയ്തു വഴി ഉണ്ടാക്കണമെന്നല്ലാതെ വഴിയില്ലാന്ന് പറയുന്നത് എന്തിനാ? നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ മേൽ എന്തെങ്കിലും പോലീസ് കംപ്ലൈന്റ് വരുമായിരുന്നോ? എന്തിനാ ഇത്ര കണ്ട് പേടിക്കുന്നത്? നിങ്ങൾ പുറത്തൊരു പെണ്ണുമായിട്ട് ഇത്ര ക്ലോസ് ആയിട്ട് പെരുമാറുമ്പോ എനിക്കെങ്ങനെ സഹിക്കാൻ കഴിയും? എന്റെ അവസ്ഥ എന്താണെന്ന് പോലും ആലോചിക്കില്ല നിങ്ങള്. എന്റെ മനസ്സമാധാനം ഇല്ലാതാക്കുന്ന പറഞ്ഞത്.
ഈ വീഡിയോയ്ക്ക് പുറകെ വേറെ വീഡിയോ അയക്കുമെന്ന് പറഞ്ഞ് ചലഞ്ച് ചെയ്തു അവൾ എന്നെ. തെറ്റ് ചെയ്യുന്നത് അവളേക്കാൾ കൂടുതൽ ഇപ്പൊ നിങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത്. അവനെ ഐ എം സോറി. വെരി സോറി. ഇനി ഒരിക്കൽ കൂടെ ഇങ്ങനെയൊന്നും ആവർത്തിക്കാത്ത രീതിയിൽ ഞാൻ നോക്കിക്കൊള്ളാടോ. പറയുന്നു എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ടാവില്ല. തന്നെ വിഷമിപ്പിക്കുന്ന ഒന്നും ഞാൻ ഇനി ചെയ്യില്ല. ഈ ഒരു വട്ടം താൻ എന്നോട് ക്ഷമിക്കണം. നിഹാരികയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയ ഇഷ്ടമില്ലാതെ ഞാൻ ഐ ലവ് യു എന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പോ എന്റെ ഹൃദയം തൊട്ട് സ്നേഹത്തോടെ മനസ്സറിഞ്ഞ തന്നോട് പറയുന്നത് ഐ ലവ് യു. നിഹാരികയോട് ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്തതാടോ. പക്ഷെ തന്നോട് ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ മനസ്സിൽ തൊട്ട് തന്നെയാ. ഐ ലവ് യു സോ മച്ച്. അവനി, എൻ്റെ മനസ്സിൽ തനിക്കല്ലാതെ വേറൊരാൾക്കും സ്ഥാനമില്ലടോ. ഇത് മാത്രം സത്യം. ഈ സത്യം ഇനി ഒരിക്കലും ഇല്ലാതാവില്ല. കുറച്ചു നേരം തൻ്റെ ദേഷ്യമൊക്കെ ഒന്ന് മാറ്റിവെച്ച് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഈ സമ്മാനം താൻ സ്വീകരിക്കണം. എനിക്കൊന്നും വേണ്ട. എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വട്ട പിടിപ്പിക്കരുത്. താൻ ദേഷ്യം കൊണ്ട് പ്രതികരിക്കുമ്പോഴും എന്റെ സ്നേഹം സത്യമായത് കൊണ്ടാടോ ഞാൻ ഇപ്പോഴും എല്ലാം കേട്ടു നിൽക്കുന്നത്. തന്റെ മനസ്സിന്റെ വേദന എനിക്കറിയാം. എന്നോട് ക്ഷമിക്കടോ. അവനെ അവനെ ഉള്ള കാര്യം ഉള്ള പോലെ ഞാൻ പറഞ്ഞേ. ആ പറഞ്ഞതിൽ കള്ളവോ ചതിയോ ഒന്നും തന്നെ ഇല്ലടോ. എന്നിട്ടും ഇതിന് എത്ര വിഷമം. എന്റെ വിഷമം മറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോഴും താൽക്കാലികമായി അതൊക്കെ മറന്നു പോകുന്നല്ലാതെ നിങ്ങളെ എന്റെ കൺമുൻപിൽ കാണാത്ത സമയത്തൊക്കെ വീണ്ടും അതേ വിഷമങ്ങൾ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ഏട്ടാ, നിങ്ങൾ എന്നോട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലും എന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം മാത്രം കാണുന്നില്ല നിങ്ങൾ. എത്ര കാലം ഇങ്ങനെ
കാത്തിരിക്കണം. എന്റെ ജീവിതത്തിൽ ഒരിക്കലും വെളിച്ചം തിരിച്ചു വരില്ലേ? അന്ധകാരത്തിൽ അകപ്പെട്ട് ജീവിക്കണം. കാലവർഷം വരുമ്പോ കൊമ്പുകൾ പച്ച പിടിക്കുമെന്ന് മരങ്ങൾക്ക് പ്രതീക്ഷയുണ്ടാവും. എന്റെ ജീവിതത്തിൽ ആ പ്രതീക്ഷ പോലും ഇല്ലാതായിട്ടുണ്ട്. എങ്ങനെയൊക്കെ നോക്കിയാലും ശൂന്യത മാത്രമാണ് ഞാൻ കാണുന്നത്. നല്ല നാളുകൾ കാണാൻ കഴിയുന്നില്ല. അങ്ങനെയൊന്നും ചിന്തിക്കല്ല അവനി. നമുക്ക് നല്ല സമയം വരും. നിങ്ങളിങ്ങനെ ആശ്വസിപ്പിച്ചിട്ട് പോവും. അവിടെ അമ്മയും ബാക്കിയുള്ളവരും എനിക്ക് കല്യാണാലോചന നോക്കാൻ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്ത് കാരണം പറഞ്ഞാ ഞാൻ രക്ഷപ്പെടേണ്ടത്? എത്ര കാലം ഇങ്ങനെ ഒളിച്ചു നിൽക്കേണ്ടത്? നമ്മൾ പോലും അറിയാതെ മുരളി ചേട്ടൻ എങ്ങാനും വിളിച്ചവര് സംസാരിച്ച ചേട്ടൻ സത്യങ്ങളൊക്കെ പുറത്തു പറയില്ലേ? സ്വന്തം അമ്മയോട് നിങ്ങൾക്ക് എത്രത്തോളം സ്നേഹമുണ്ട്. സ്വന്തം അനിയത്തി അല്ലെങ്കിൽ പോലും ചേട്ടനും എന്നോട് അത്രയ്ക്ക് സ്നേഹമുണ്ട്. ചേട്ടാ, എനിക്കിവിടെ പ്രയാസമാണെന്ന് ഞാൻ പറഞ്ഞ എന്റെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണീര് വീഴുന്നത് കണ്ട അവസ്ഥകളെല്ലാം മറ്റൊരു രീതിയിലേക്ക് മാറും. കാര്യങ്ങൾ അവിടം വരെ എത്തുന്നതിന് മുൻപ് എല്ലാം ശരിയായി തീരൂ അവനെ. ഇനിയെങ്കിലും സമാധാനപ്പെട്. ചേച്ചി അവരുടെ ജീവിതത്തെക്കാൾ എന്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച കൂടുതൽ വിഷമിക്കുന്നത്. നോക്കേട്ടാ, ആ നിഹാരിക്കാണ് അച്ഛനും അമ്മയുണ്ട്. അവരൊക്കെ പണക്കാരാ, എല്ലാ ശക്തിയുള്ളവരാ. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. ന്യായം വില കൊടുത്ത് വാങ്ങും, നിയമം കയ്യിലെടുത്ത് കളിക്കാൻ കഴിയും. ഞങ്ങള് ദരിദ്രരാ, അനാഥരാ. ഈ സമയത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച കരഞ്ഞു പറയാൻ പോലും ആരും ഉണ്ടാവില്ല. പ്രാണൻ മുന്നിൽ വെച്ച് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തന്നെ പോരാടേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാ ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു തോന്നുന്നുണ്ടോ? തന്റെ കൂടെ ഞാനുണ്ടാവില്ലേ? തനിക്ക് ബലമായിട്ട് ഞാൻ നിൽക്കില്ലേ? എനിക്കിപ്പോ ആവശ്യമുള്ള ബലം കുടുംബമായിട്ടാ. നിങ്ങൾ എന്നെ കല്യാണം കഴിച്ച ശേഷം ഒരു കുടുംബത്തെ എനിക്ക് വരമായി കിട്ടിയെന്ന് കരുതി ഞാൻ ഒരുപാട് സന്തോഷിച്ചു. എല്ലാവരുടെയും കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ മരുമകളായി അകലത്തിൽ തന്നെയാണ്. അതാ എന്റെ വിഷമം, അതാ എന്റെ ഭയം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒപ്പം ഒരുമിച്ച് ജീവിച്ചു തീർക്കാനുള്ള ഭാഗ്യം ആ ദൈവം പ്രസാദിക്കുവോ അതോ തട്ടിക്കളയുമെന്ന് പോലും എനിക്കറിയില്ല. തന്നെ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകില്ല അവനെ. എനിക്ക് പക്ഷെ അടുക്കാനായിട്ടുള്ള ഒരു അവസരവും വരുന്നില്ലല്ലോ ഏട്ടാ. നിഹാരിക, നിഹാരിക, ആ മരുമകനെ വിളിച്ചോണ്ട് വാ മോളെ. ഭക്ഷണം കഴിക്കാൻ സമയമായി. ഇങ്ങോട്ട് വരൂ മോനെ, വരൂ. നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ, കണ്ടോ? ഇത്രയും ആർക്ക് കഴിക്കാനാ? വഴിയിൽ പോകുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ടോ? അയ്യോ, മരുമോ നല്ല തമാശക്കാരനാണല്ലോ മോളെ. ഇതെല്ലാം നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ മോനെ. ഒരു വർഷം ഇരുന്ന് കഴിക്കേണ്ടി വരും. അയ്യോ, നീ പിന്നെ തമാശ പറയുന്നു. ഞാൻ സീരിയസ് ആയിട്ട് അങ്ങനെ പറഞ്ഞേ. ഇത്രയൊക്കെ കഴിച്ചു കഴിഞ്ഞാലേ വയറും പൊട്ടി ചത്തുപോവും. എന്തൊക്കെയാ ഏട്ടാ ഈ പറയുന്നേ? പിന്നെ ഇത്രയൊക്കെ എന്തിനാ ഉണ്ടാക്കിയേ? ഏട്ടന് എന്താണോ ഇഷ്ടം അത് കഴിച്ചോട്ടെ എന്ന് കരുതിയാ എല്ലാം തയ്യാറാക്കിയേ. മോൻ അവിടെ ഇരിക്കെ. മോളെ നിഹ, നീയും മരുമകന്റെ അടുത്ത് ഇരിക്കും മോളെ. അമ്മ എടുത്തുതരാം. എന്റെ ഭർത്താവിന് ഞാൻ എടുത്തു കൊടുത്തോളാം. ശരിയെന്ന്. നിങ്ങൾ ഇരുന്നോളൂ. കുഴപ്പമില്ല മോനെ. ആദ്യമായിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുമല്ലേ?
ആദ്യം മരുമോൻ സൽക്കാരം, അത് കഴിഞ്ഞ് ഞങ്ങള്. എടുത്തു കൊടുക്കും മോളെ. ഏട്ടാ അതിങ്ങെടുത്തേ. കഴിക്ക്. അതെ മോനെ, മറ്റന്നാ നമ്മുടെ വീട്ടില് ഗർഭാജ്യോതി ഫംഗ്ഷൻ നടക്കുന്നു. നിന്റെ ഫാമിലിയും വിളിക്കണം. എല്ലാവർക്കും ചേർന്ന് അതങ്ങ് ആഘോഷമാക്കി കളയാം. ഓക്കെ അല്ലേ? ഇപ്പൊ ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ ആന്റി? എന്താ മോനെ ഇങ്ങനൊക്കെ പറയുന്നേ? പ്രധാനമായിട്ടും ആ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെ. അന്നിവിടെ ഉപവാസം നടക്കും, പൂജയുണ്ടാവും. കല്യാണം കഴിഞ്ഞ സ്ത്രീകള് ജലടിയിലൂടെ ഭർത്താവിനെയും, കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികള് തങ്ങളുടെ ഭർത്താവാൻ പോകുന്നവരെയും നോക്കും. എന്റെ നിഹാരികയും നിന്നെ അങ്ങനെ കാണണമെന്നാണ്. അപ്പൊ നിങ്ങളുടെ ബന്ധം ഒന്നുകൂടി ഒന്ന് ബലപ്പെടും. കറുവ ചവിത്ത് ഞാൻ കൃത്യമായിട്ട് ചെയ്യും. ഏട്ടനെ ഞാൻ ജെല്ലടിയിലൂടെ നോക്കും. അപ്പൊ നമ്മളെ ആർക്കും വേർപിരിക്കാൻ കഴിയില്ല. എനിക്ക് ഏട്ടനും ഏട്ടനും ഞാനും. അപ്പോഴേക്കും എഴുന്നേറ്റത് എന്താ? എനിക്ക് മതി. എന്റെ വയറാകെ നിറഞ്ഞു കഴിഞ്ഞേ പൊട്ടാൻ പോകുന്ന പോലെ ഉണ്ട്. എന്നാ ഏട്ടൻ ഹാൻഡ് വാഷ് ചെയ്തിട്ട് റൂമിലേക്ക് ചെല്ല്. ഞാൻ സ്വീറ്റ് പാനും കൊണ്ട് അങ്ങോട്ടേക്ക് വരാം. നമുക്കും ഭക്ഷണം കഴിക്കാം. ഇരിക്കും മോളെ. ഞാൻ ഇപ്പൊ വരാവേ. ശ്രീകരേട്ടാ, കറുവ ചൗത്തി ഫംഗ്ഷൻ നടക്കുന്നതിന് മുമ്പ് ഞാൻ ഏട്ടന് ഈ ലഹരി തന്നിട്ട് എന്റെ സ്വന്തമാക്കിയിരിക്കും. ഏട്ടൻ എന്താ ആലോചിക്കുന്നേ? നാളെ സുജാതയെ പോയിന്ന് കാണണം വേദ. എന്തിനായിരുന്നു ഏട്ടാ? എന്തേലും കാരണം? നീ മറന്നുപോയാ? നാളെ എന്റെ പെങ്ങള് സുഭദ്രയുടെ ജന്മദിനം. ഇത്രയും കാലം സുജാത നമ്മളെ അകറ്റി നിർത്തി എന്നുള്ള കാരണം കൊണ്ട്, കുട്ടികളൊക്കെ സത്യം അറിയുമെന്നുള്ള പേടിയുണ്ട് ആ വീട്ടിലേക്ക് ധൈര്യത്തോടെ പോകാൻ പറ്റിയില്ല. സുജാത നമ്മുടെ അനന്തരവളാണെന്ന് ശിവരാത്രിയുടെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളിനി കുട്ടികളെ പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ജന്മദിനത്തിലും സുഭദ്രയ്ക്കുള്ള അർച്ചന നമ്മൾ നടത്താറുണ്ടെങ്കിലും സുജാതയും ചേർത്ത് അവളുടെ അമ്മയുടെ ജന്മദിനം നടത്തിയിട്ടില്ല. ജന്മദിനം ആഘോഷിച്ച എന്റെ സുഭദ്ര എന്നെ വിട്ട് പോയിട്ടില്ല എന്നൊരു ചിന്ത എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് നാളെ പോയി സുജാതയ്ക്കും അവളുടെ അനുജത്തിക്കും വസ്ത്രങ്ങൾ കൊടുത്തിട്ട് വരാം. പക്ഷേ അവളുടെ അനിയത്തി ആരാണെന്ന് നമുക്കറിയില്ലല്ലോ ഏട്ടാ. നമ്മൾ എത്ര തവണ ചോദിച്ചാലും സുജാത അവളുടെ അനുജത്തിയെക്കുറിച്ച് പറയില്ലായിരിക്കും. പക്ഷെ നാളെ അവളുടെ അമ്മയുടെ ജന്മദിനമായതുകൊണ്ട് നമ്മുടെ ചെറിയ അനന്തരവള് തീർച്ചയായിട്ടും സുജാതയുടെ അടുത്തേക്ക് വരും. നമ്മുടെ വീട്ടിലെ സുജാതയെക്കുറിച്ച് അറിഞ്ഞ കാര്യം
ഈ നേരം കൊണ്ട് സുജാത അവളുടെ അനുജത്തിയോട് പറയാൻ സാധ്യതയുള്ളതുകൊണ്ട് അവൾ എന്തായാലും നമ്മളോട് നന്നായിട്ട് സംസാരിക്കും. നാളെ എന്തൊക്കെ സംഭവിച്ചാലും സുജാതയുടെ വീട്ടിലേക്ക് നമ്മൾ പോയി ചേച്ചിക്കോ അനുജത്തിക്കൊക്കെ വസ്ത്രങ്ങൾ കൊടുത്തിട്ട് വരാം. മനസ്സിലായില്ലേ? ശരിയായിട്ടാ. നമ്മുടെ സുജാതയുടെ അനിയത്തിയും അവനെയെ പോലെ തന്നെയാണെന്ന് ശ്രീകർ പറഞ്ഞപ്പോ തൊട്ട് എപ്പോഴാ അവളെ ഒന്ന് കാണാൻ കഴിയാന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഏട്ടാ. ആ ആഗ്രഹം നാളെ നിറവേറാൻ പോവാ. നാളെ തന്നെ ഷോപ്പിങ്ങിന് പോയി നല്ല വസ്ത്രങ്ങളൊക്കെ വാങ്ങി അങ്ങോട്ട് പോവാം.